നമ്മൾ ഇന്നത്തെ പരിപാടി വെച്ച് നമ്മുടെ സ്പ്ലെൻഡർ ഒന്നുകൂടെ റീസ്റ്റോർ ചെയ്യാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് വണ്ടിയിൽ മാറാൻ പോകുന്നത്? പക്ഷേ ഇത്ര സാധനമാണ് നമ്മളിപ്പോൾ നിലവിൽ വാങ്ങിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ പുതിയ മാക്കിയാളുള്ള ഇതേ ഉള്ളൂ, വേറെ ലൈറ്റ് ഒന്നും ഇല്ല. നമ്മുടെ ഫൈനലി നമ്മളിത് കയറിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി വെച്ച് നമ്മുടെ സ്പ്ലെൻഡർ ഒന്നുകൂടെ റീസ്റ്റോർ ചെയ്യാനായിട്ട് പോകാനായിട്ട്. വേറെ ഒന്നുമല്ല, കുറച്ച് സാധനങ്ങൾ മാറ്റി ഒന്നുകൂടെ മാറ്റി ഒന്നുകൂടെ റീസെറ്റ് ചെയ്യാൻ പോകണം. അത് മാറുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയാണ് വണ്ടിയിൽ മാറാൻ പോകുന്നത്? ഹെഡ്ലൈറ്റ് മാറുന്നുണ്ട്, ഹെഡ് വൈസർ മാറുന്നുണ്ട്, എയർ ഫിൽറ്റർ മാറുന്നുണ്ട്, പിന്നെ സ്വിച്ച് മാറുന്നുണ്ട്. എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കൊടുക്കണം. എല്ലാത്തിൻ്റെ റേറ്റ് നമ്മൾ അവസാനം പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ഒന്നും ഒരു വെയിറ്റ് ചെയ്യണം. നമുക്ക് റേറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം. വലിയ എമൗണ്ട് ഒന്നും ആയിട്ടില്ലല്ലോ. ഇല്ല. അപ്പോൾ സ്പ്ലെൻഡർ പണിയാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ അതാ ഹെഡ് ഊരിയിട്ടുണ്ട്. ഹെഡ് ഊരാൻ വലിയ പാടുന്നില്ല. 2 സ്ക്രൂ ഊരിയിട്ട് ജസ്റ്റ് ഒരു പ്ലഗ് ആൻഡ് പ്ലേ ആണ് കേട്ടോ. ഇങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ പരിപാടി. ഇതാണ് എൻ്റെ മെക്കാനിക് കേട്ടോ. ഒന്നുമില്ല, അപ്പുറത്തെ വർഷാപ്പിൽ പോയി കണ്ടു പഠിച്ച് അതിരുന്ന് സ്വന്തം വണ്ടി പണി. അതുകൊണ്ട് റിസ്ക് ഇല്ല, അവൻ തന്നെ റിസ്ക് ഏറ്റെടുക്കും. അതത്രേ ഉള്ളൂ. ഞാനും ചെറിയ ജോലിക്കാരനാണ് എന്ന് വെച്ചാൽ ചെറുതായിട്ട് പണിയും കേട്ടെ. ഇത് ഇപ്പോൾ ഒരു പുതിയ പയ്യനെ പരിചയപ്പെടുത്തരാം കേട്ടോ. ഇതാണ് പക്രുവിൻ്റെ പണ്ടത്തെ കളിക്കൂട്ടുകാരൻ. എവിടെ പഠിച്ചാടാ നിങ്ങൾ? പോത്തക്കോട് UPSC പഠിച്ചാണ് കേട്ടോ. UPSCയിൽ എത്ര ക്ലാസ്സിലാണ് നിങ്ങളൊത്ത് പഠിച്ചത്? 7, 8 ഒത്താണ്. ഡോൺസ് ആയിരുന്നു. ഇവരോട് ഇല്ലായിരുന്നു കേട്ടോ. അന്ന് നമുക്ക് പരസ്പരം അറിഞ്ഞൊന്നും കൂടാ. ഞാനൊരു 10 കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു കൂട്ടുകെട്ട് തുടങ്ങിയത്. അന്ന് എൻ്റെ ജീവിതം പോയി കഴിച്ചു. കാരണം എന്ന് വെച്ചാൽ പഠിക്കാനായിട്ട് നടന്നൊരു പയ്യനായിരുന്നു. യവൻ്റെ കൂടെയൊക്കെ കൂടി നശിച്ച്. പിന്നെ അതിനുശേഷമാണ് നമ്മൾ അജിനായിട്ടൊക്കെ കമ്പനി ചെയ്തല്ലേ. അജിനെ അവന് ഒരുമിച്ചാണ് കേട്ടോ. ഒരു സ്കൂളിൽ 2 ക്ലാസ്സിൽ. പക്ഷെ പരസ്പരം അവന്മാർക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ITA പഠിച്ചപ്പോഴാണ് അവർ പരസ്പരം അറിഞ്ഞേട്ടോ. വീട്ടിലുള്ള 2, 3, 5 ടൂൾസും ഉണ്ട്, നമ്മളും ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ ടൂൾസൊക്കെ വെച്ചിട്ട്. ഈ ലൈറ്റ് ഞാൻ എടുത്തോട്ടെ ആളിയാ. എന്തിന് ചുമ്മാ ഇരിക്കണേ വണ്ടി. ഒരു ലൈറ്റ് വെള്ളം വയ്ക്കട്ടാ. അത് നമ്മളെ ലൈറ്റ് തന്നെ കേട്ടോ. നമുക്കത് എടുക്കാം. തന്നാൽ ഇതൊക്കെ തിരിച്ചെടുക്കണം. എന്തായാലും കുഴപ്പമില്ലല്ലേ, വീഡിയോ ഉണ്ട്. ആശ്വാസം. ഇതും പുതിയ വാങ്ങിച്ചാടാ നീ? പൈസക്കാർക്ക് എന്തും ആവാലോ. പൈസ നീയൊക്കെ തരാണ്ട്, നീ നിന്റെ ചങ്ക അജിനും കൂടെ. അത് നമ്മൾ അറിയാതെ, അത് എൻ്റെ കൂട്ടുകാരുന്നതുകൊണ്ട് നിങ്ങളാ കാണുന്ന ആ ഒരു കമ്മ്യൂണിറ്റി സെൻ്റർ ഇത് കണ്ടില്ലേ, അവിടെയാണ് നമ്മൾ വീണത്. അതും പക്ഷെ നാണക്കേടതായി. ഇതാണ് എൻ്റെ വീട്. ഇവിടുന്ന് അത്ര ഡിസ്റ്റൻസേ ഉള്ളൂ. എങ്ങനെ പോലെ ഒരു 100-200 മീറ്റർ എന്താ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ കൊണ്ട് എന്നെ തള്ളിയിട്ട്. പക്ഷെ ഞാൻ കണ്ടില്ല, സ്വന്തം വീഴ്ച കാണാൻ പറ്റിയില്ല കൈസ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. ഞാൻ ഉറക്കമായിരുന്നു ബൈക്കിൽ ഇരുന്ന്. പക്ഷെ ഇത്ര സാധനമാണ് നമ്മളിപ്പോൾ നിലവിൽ വാങ്ങിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ പുതിയ മാസ്ക്. ഇത് ഡ്രില്ല് ചെയ്ത് വെക്കണ്ടേ എളിയ? ഡ്രില്ല് അടിയിൽ ഓൾറെഡി സ്റ്റോക്കിൽ സാധനമുണ്ട്. പിന്നെ ഈ ചുപ്രോട്ട് വെച്ചേക്കണോണ്ട് സ്റ്റോക്കിൻ്റെ ഇരിക്കൂല. നീക്കി വെച്ചാലും ഇരിക്കില്ല, ഇല്ല പുറത്തോട്ട് കിടക്കും. അങ്ങനെ നമ്മളിവിടെ അപ്പുറത്തൊരു അമ്പലത്തിൽ ഉത്സവം നടക്കണം കേട്ടോ. അതാണ് നമുക്ക് ഇത് BGM ആയിട്ട് തന്നുകൊണ്ടിരിക്കുന്ന മ്യൂസിക്. കോപ്പിറൈറ്റ് അടിക്കണം എന്താടാ ഈ പാട്ടൊക്കെ അടിച്ച്? എനിക്കറിയാൻ വയ്യ കൈ. എൻ്റെ കയ്യിൽ വേറെ മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല. കോപ്പിറൈറ്റ് ഒക്കെ അടിച്ച് എന്ത് ചെയ്യും? അമ്പലക്കാരെ വിളിക്കണില്ല ഇനി പാട്ട് നിർത്താൻ. നിനക്കൊണ്ടിപ്പോൾ നിർത്തി തരും. നോക്കി നമ്മളെ പണിയണ ഗരേജ് ഇതാണ് കേട്ടോ. ഗരേജ് ഞാൻ കാണിച്ചു തരാം. അതായത് ഒരു വളവിൻ്റെ മൂട്ടി നിന്നാണ് കേട്ടോ നമ്മൾ എപ്പോഴും പണിയണൻ്റെ വീഡിയോ എത്തി കയറുന്നത്. ഇവിടെ അപ്പോൾ ഇത്തിരി തണലെങ്കിലും ഉണ്ട്. സമാരത്ത് നിന്ന് പണിയാം. ഇത് എത്രാമത്തെ അല്ലേ നമ്മളിത് മാറ്റണത്? ഫസ്റ്റ് ടൈമാണ് ഈ സാധനം? ഫസ്റ്റ് ടൈം. ഏതാണ് ഷോക്ക് അബ്സർ? അത് എത്ര രൂപ? അത് 1800. നമ്മളിനി ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. സെക്കൻഡ് ഹാൻഡ്. പക്ഷേ സാധനം ചെയ്താൽ ഇത് നമ്മൾ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്ത് വേറെ സാധനത്തിലോട്ട് മാറ്റാൻ പോവുകയാണ്. അത് അടുത്ത വർക്കിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. എന്നൊക്കെ തന്നെ സ്റ്റാർട്ടാണ് കളിയാ. നെട്ടലണ്ടില്ലായിരുന്നാ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള കൈസ്. നമ്മളതാ ഹെഡ്ലൈറ്റ് ഇതാണ്ട് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോണേട്ടാ. ഹെഡ്ലാമ്പ് ഇതാണ് എൻ്റെ Euro 1 നമ്മൾ BS6 മൊത്തം കൺവേർട്ട് ചെയ്ത് Euro 1 ആക്കാനുള്ള പരിപാടിയാണ്. എടാ നമുക്ക് ഇസഡിൻ്റെ ഹെഡ് കയറ്റിയാലേ അളിയാ? കൊച്ചു പിള്ളേരല്ലേ ആഗ്രഹങ്ങൾ പറയാൻ സഹായിച്ചു കൊടുക്കേണ്ട കളിയാ. ഇതാണ് നമ്മുടെ
യൂറോ വണ്ണിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ലുക്ക് കേട്ടോ. ഇതിൽ ബൾബ് പറഞ്ഞാൽ ഇത് ബൾബ് ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ വൈറ്റ് എനിക്കുള്ളത് തന്നെ ഗൈസ്. അതിലിത് വയ്ക്കാനുള്ള ഇതേ ഉള്ളൂ, വേറെ ലൈറ്റൊന്നുമില്ല. ഇത് മറ്റേ സാധാ ബൾബ് ഇരിക്കും. ആ കയറൂലടാ അത്. അപ്പം ഇനി എന്ത് സെയിം ഗൈസ് കണ്ട, അതിൻ്റെ അകത്തുള്ളത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓൾറെഡി സാധനം മാത്രമേ ഉള്ളൂ. ഇനി ലൈറ്റ് നമ്മൾ വാങ്ങിച്ച് വയ്ക്കണം തോന്നുന്നു കേട്ടോ ഇതിലൂടെ. അപ്പോൾ ഇത് നമ്മളൊരു പരീക്ഷണമാണ്. ഇതായാലും ആഡ് ചെയ്യാം നാടാ, വച്ച് നോക്കാം. നമുക്കറിയില്ല, നമുക്ക് നോക്കാം. ഞാനേ അറിയാം ഗൈസ്. അപ്പോൾ നമ്മൾ യൂറോ വണ്ണിൻ്റെ ഹെഡ് ലാമ്പിൽ ഈ ലൈറ്റ് ആഡ് ചെയ്യാനാണ് കേട്ടോ നോക്കണം. അപ്പോൾ അത് ചെയ്യാനായിട്ട് മറ്റേതിൽ മഞ്ഞ കളറാണ്, അത് മാറ്റി നമ്മളിത് കട്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നോക്കുകയാണ്. ശരിയാവും ഇല്ലയെന്ന് നമുക്ക് അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഇത് ലൈറ്റ് എടുത്തോ, വീടും ചിലപ്പോൾ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇത് അതിൻ്റെ അകത്തോട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ വിശ്വാസം, അല്ലേ അളിയാ? നോക്കാം. ആദ്യം ഈ ലൈറ്റിൽ നമുക്ക് എല്ലാത്തിലും ഈ ഒരു കണക്ഷൻ വരും കേട്ടോ. അത് നൈസായി ഊരിയെടുക്കണം. അത് ഊരിയെടുത്തിട്ട് വേണം ഇതിലാക്കി ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളതിൻ്റെ തുള വലുതാക്കിയിട്ടുണ്ട്. പക്കുറുക്കുട്ട ഇത് കറക്റ്റായി ഇരുന്നാൽ മാത്രമേ ഇതിൽ കറക്റ്റായിട്ട് സൂട്ട് ആകത്തുള്ളൂ. കുറച്ചുകൂടെ ഇതാവണം അല്ലേ? ചൂടാക്കിയിട്ട് ഫൈനലി നമ്മളിത് കയറിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്ക് നമ്മൾ കട്ട് ചെയ്ത് ഇത്തി ഉരുക്കിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ട് എങ്കിലും സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് തന്നെ അതിൽ വയ്ക്കാം. സെറ്റ് ചെയ്ത് കാണിച്ചിരുന്നേ. ചീറ്റി പക്ഷേ ആണ്ടേ പക്കാ സീറ്റി. ഇതിപ്പോൾ നമ്മളത് പുതിയ ലൈറ്റ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓ നീ എന്തൊരു വേണം, നീയല്ലേ പറഞ്ഞ എന്റെ ലൈറ്റ് പോകുന്നു. ഇത് കംപ്ലൈന്റ് ഉള്ള വണ്ടിയാണ്. ഇത് ശരിയാക്കുമ്പോൾ കംപ്ലൈന്റ് ആവുന്നു. ഇത് അങ്ങനെ ഒരു പ്രശ്നമുള്ള വണ്ടി നമ്പർ നോക്കി സീലിടപ്പോൾ ആരും എടുക്കല് കേട്ടോ. അടിക്കട്ടെ, വണ്ടി കംപ്ലൈൻറ്റ് ഇല്ലാതെ മുത്തേ പൊന്നെ എന്ന് പറഞ്ഞ് കൊണ്ട് കിടക്കും. നമ്മളെ പോലത്തെ കൊച്ചു കൂട്ടുകാരന്മാർ തള്ളിയിടും, വീണ്ടും ശരിയാക്കും. പിന്നെ ഇവൻ തന്നെ ഓരോ പ്രാവശ്യം ഓരോന്നോരോന്ന് ഊരി പണിയും. അങ്ങനെ ഇനി പണിയാനായിട്ട് ഒന്നും ബാക്കിയില്ല. അപ്പം അമ്മ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ അമ്മ പറയും നിനക്ക് എന്തറാ ചെറുക്കാന്ന് തന്നെ ചോദിക്കും, വേറെ ഒന്നും പറയില്ല. വണ്ടി പണിത് 98 രൂപയ്ക്കാണ് വണ്ടി എടുത്തത്. ഇപ്പൊ വണ്ടിയുടെ മൊത്തത്തിൽ പൈസ പറഞ്ഞത് 2 ലക്ഷം രൂപ അടുപ്പിച്ചായിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ ടാങ്കൊക്കെ ഉണ്ട്. ടാങ്കൊക്കെ നമ്മള് പക്ക ടാങ്കും മറ്റേ സൈഡിൽ ഇതൊക്കെ ആർഎക്സ് വണ്ടി ചാമ്പർ കയറ്റാൻ പോകണം മുന്നേ അടുത്ത് ലോക്കോട്ടാ. പക്കോട്ടെ തന്റെ അടുത്ത മെക്കാനിക്ക് പരിപാടിയിലോട്ടാണ്. അതെന്താടാ മെക്കാനിക്കാണ് ഗൈസ്. എല്ലാം കട്ടിങ് കടയുന്നു ഗൈസ്. ഒന്നില്ലാതെ എല്ലാം കട്ടിങ്. അടുത്ത ബുഷ് കട്ട് ചെയ്ത് കളയാണ്. ഒരു യൂറോ ഹെഡ്ലാമ്പിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. യൂറോ 1 ഷെബീറിന് വണ്ടിരിക്കല്ലേ ആ സാധനം. അവ ഈ ഹെഡ്ലാമ്പ് നോക്കി കിടക്കുകയാണ്. ഇല്ല ഈ ഗ്ലാസ് തന്നെ ഗ്ലാസ് പാരനല്ലേ ഇനി. അതും സെറ്റായിട്ടുണ്ട്. ലൂസ് കയറില്ലെന്നോണല്ലേ. അപ്പോൾ അതുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ പരിപാടി മാത്രമേ ഉള്ളൂ. ബൾബ് പോയാന്നോ? ബൾബും ബാക്കിയുണ്ട്. സ്വിച്ചൊക്കെ ഇപ്പൊ വെച്ചേ ഉള്ളതാ, പുതിയ സ്വിച്ച്. അത് തന്നെ. ഇതിപ്പോ ഒയർ വെച്ച് ഒയർ അകത്തോട്ട് വയ്ക്കാൻ സ്ഥലം കിട്ടില്ല. കിട്ടില്ലാത്ത എവിടെയൊക്കെ അവര് വെക്കുവാണ്.
അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ പറഞ്ഞ ഹെഡിന്റെ വ്യത്യാസം. ഇത് എത്രേന്റെ ഹെഡാണ്? ഇത് 350 രൂപ രണ്ടും. ഇത് 350, ഇത് 300. ചെറിയ വ്യത്യാസമുള്ള 50 വ്യത്യാസമുള്ളൂ. പക്ഷേ ഇത് കുറച്ചുകൂടെ വലുതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മീറ്റർ കയറി തട്ടൂല. മറ്റേ ആണെങ്കിൽ തട്ടിയിട്ട് ഭയങ്കര വൈബ്രേഷനാണ് ഈ സംഭവം, ഈ ചെറിയ ഇരുന്ന്. അതുകൊണ്ട് നമ്മളിത് മാറ്റി അതിൻ്റെ ഇൻഡിക്കേറ്റർ ഇതിലോട്ട് വെച്ചിട്ട് നമുക്ക് ഹെഡ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോഴത്തേക്ക് ഏതാണ്ട് നമ്മൾ 2 ചെവി ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മുടുക്കനായി. ഇൻഡിക്കേറ്റർ തിരിച്ചാലോ? തിരിച്ചാലും ചെയ്യാന്ന്. അപ്പുറം ഇപ്പുറത്തോട്ട് മാറ്റാം. ഇനി യവനെ എൻ്റെ അടുത്ത ഗാരേജിൽ കൊണ്ടിടാൻ പോവുകയാണ്. ഇപ്പം എൻ്റെ ഇതും കൂടെ കൂട്ടി 2ാമത്തെ ഹെഡാണ് വരാൻ പോണത്. ഞാൻ ഇതെല്ലാം കൂടെ മറിച്ചടിക്കുവാണ് ആർക്കെങ്കിലും. ഗൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വീട്ടിൽ എത്ര ഹാൻഡിൽ, പിന്നെ ഇതേപോലത്തെ ഒരു ഹെഡ്. പക്ഷെ ഞാൻ വെയിലത്താണ് ഇട്ടുന്നത്, കാരണം വീട്ടിൽ വയ്ക്കാൻ സ്ഥലമില്ല. അകത്തൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ അവൻ്റെ സാധനം ഇരിപ്പുണ്ട്. സാരികാട് കിടപ്പുണ്ട്. ഹാൻഡിൽ തന്നെ 3 കിടപ്പുണ്ട്. ബാറ് 2 ബ്ലാക്കും പിന്നെ വേറെ ഒരു അതൊക്കെ കിടപ്പുണ്ട് ഗൈസ്. എല്ലാം നിങ്ങൾ കാണിച്ചു തരാം കേട്ടില്ല. അത് നമ്മൾ ആദ്യം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, RGB ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് മാറ്റി. അത് ഔട്ടായപ്പോൾ നമ്മൾ മാറ്റിയില്ലേ? നിയോണിൻ്റെ അത് നമ്മൾ പോലീസ് വണ്ടിയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളത് മാറ്റിയേ. നമ്മൾ ഹെഡ് വെച്ചുള്ള ഫൈനൽ ലുക്ക് ഇതാണ്. എടാ കൂളിംഗ് ഒട്ടിക്കണടാ ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ നേരെ കൂളിംഗ് ഒട്ടിക്കാൻ പോകാം. നമ്മുടെ ഫൈനൽ വർക്കിലായിട്ട് പോയിരിക്കുകയാണ്. ഇനി അടുത്ത ഫിൽറ്റർ മാറ്റാം. ഇത് എന്തിൻ്റെ ഫിൽറ്റർ അളിയാ? എയർ ഫിൽറ്റർ. ഇനി അടുത്ത് നമുക്ക് എയർ ഫിൽറ്ററോടെ മാറ്റി പണി തീർക്കാം. എന്നിട്ട് ഇതിനെ കൂളിംഗ് ഒട്ടിക്കാൻ പോകണം. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി തീരും. അങ്ങനെ നമ്മുടെ ഫിൽറ്ററിൻ്റെ പരിപാടിയും കഴിഞ്ഞ് പഴയ ഫിൽറ്റർ ഞാൻ കാണിച്ചു തരാം. അതൊരു പരിവായ ചേട്ടാ. നമുക്കിന്നത് ഇവിടെ എത്ര രൂപ കോസ്റ്റ് ആയി എന്നുള്ള കാര്യം ചോദിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഓരോ പ്രോഡക്റ്റിന് എത്ര രൂപ എന്നുള്ള നീ കൃത്യമായിട്ട് പറഞ്ഞു തരണേ. 300, അതായത് Euro 1ൻ്റെ ഹെഡ്ലൈറ്റ്. അത് നമ്മളിപ്പോൾ കൂളിംഗ് കൂടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ്. അടുത്ത 350. ഇത് പുതിയ സ്വിച്ചാണ് 160. എയർ ഫിൽറ്റർ വന്നിട്ട് 220. പിന്നെ എന്താ പറയും, ഇത്രേ ഉള്ളൂ. പിന്നെ കൂളിംഗ് ഒട്ടിച്ച് 150. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ. ബൈ ഫ്രണ്ട്സ്, സ്റ്റേ ട്യൂൺഡ്.